മണിച്ചേട്ടൻ ഒരുപാട് നാടൻ പാട്ടിലൂടെ മണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. പക്ഷേ റെഡ് സല്യൂട്ട് എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് മണിച്ചേട്ടനെ കുറിച്ച് ഒരു പാട്ട് ആ പാട്ട് കേട്ടപ്പോൾ നമുക്ക് തോന്നുകയാണ് അത് അലക്സേട്ടനാണ് അതിൻ്റെ സംഗീതം. അപ്പം അത് ഞാൻ വരി കേട്ടപ്പോഴേ പൈനാപ്പിൾ സുന്ദരനല്ല, മൽഗോവ മാമ്പഴമല്ല, നല്ല വരി. അത് എന്നെ കുറിച്ച് തന്നെ എഴുതിക്കണത്. പൈനാപ്പിൾ സുന്ദരനല്ല, മൽഗോവ മാമ്പഴമല്ല, മാനത്തല്ല, കരിവീട്ടി കടഞ്ഞു മെനഞ്ഞതുപോലൊരു ചെകവനാണേ, കരിങ്കല്ല് പൊതിഞ്ഞൊരു തങ്ക മനസ്സുള്ള ചെങ്കതിരാണേ, നിറം കണ്ട് ഗുണം പറയല്ലേ, അടുത്താൽ അറിയാൻ കറപ്പിനും ഏഴഴകാണേ, ഇഷ്ടം ചങ്ങാത്തം കൂട്ടാണാവേശം, ഒറ്റക്കെട്ടായി നിന്നാൽ കയ്യിൽ കിട്ടും എന്തും കട്ടായം. ചണ്ടകട 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 ചണ്ടകട. എന്തായാലും മണിച്ചേട്ട ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ സിനിമയിലാകുമ്പോൾ അഭിനയം എന്ന് പറയുന്ന മത്സരിച്ചുള്ള അഭിനയങ്ങളൊക്കെ ചില മുഹൂർത്തങ്ങൾ വരാറുണ്ട്. അങ്ങനെ മണിച്ചേട്ടന് ഏതെങ്കിലും മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ആരെങ്കിലുമായിട്ടുള്ള അഭിനയത്തിന് നമ്മൾ ഇതിലിപ്പോൾ ഒരു എന്താ പറയുക, തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ തിലകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കും. പിന്നെ അതുമാതിരി KPC ലളിത ചേച്ചി. എനിക്കങ്ങനെ വല്ലാണ്ട് അങ്ങനെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാനുള്ള വേഷങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു ഞാൻ. നമുക്ക് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആളായതുകൊണ്ട്. പക്ഷേ ചില ആളുകളുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ വളരെ നമുക്ക് തന്നെ മനസ്സ് കണ്ണ് നിറയാൻ പറ്റുന്ന അഭിനയങ്ങൾ അഭിനയിച്ചതും. ലളിത ചേച്ചിയുടെ കൂടെ അഭിനയിച്ചപ്പോൾ പലപ്പോഴും ചേച്ചിയുടെ ചില റിയാക്ഷനൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം അവരൊക്കെ അഭിനയം എത്രത്തോളം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ആൾക്കാരാണ്. തിലകൻ ചേട്ടൻ പിന്നെ ഉള്ളപ്പോൾ ലാലേട്ടൻ്റെ കൂടെയും മമ്മൂക്കാൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചപ്പോൾ എനിക്ക് അങ്ങനൊരു അഭിനയമല്ല എനിക്ക് കിട്ടിയത്. കാരണം ഒരു വില്ലനായിട്ട് കിട്ടിയത്. അപ്പോൾ വില്ലനാവുമ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടും ഭയങ്കര ഒച്ചപ്പാടും ബഹളം തിക്കും തിരക്കൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന വേഷമായതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അത്തരത്തിലുള്ളൊരു വേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ കൂടെ. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിരുന്നു മണിച്ചേട്ടൻ മായാ ബസാറിലെ ഒരു കഥാപാത്രം. അതെ 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 ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുന്നത്, ഒരു പ്ലസ് പോയിന്റ്. ശരിയാണ്. എനിക്കതിനകത്ത് മായാ ബസാറിൽ സോങ്ങിൽ ഒരു രംഗം എനിക്ക് തന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയിട്ട് മമ്മൂക്കാനെ നോക്കി ഒരു ചിരി ഇരിച്ചിട്ട് പോണ രംഗം. അതുകൂടാതെ തന്നെ പിന്നെ ചേഞ്ച് വന്നിട്ട് അത് ഭയങ്കര രസമായ സ്ഥലമാണ്. അത് മായാ ബസാറിൽ ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് വന്ന് പറയണുണ്ട്, ഈ പെണ്ണിന് വേണ്ടിയിട്ടാണ് ഞാൻ പുറകെ നടക്കുന്നത്. ആ പുറകെ നടക്കുമ്പോൾ മമ്മൂക്കാൻ്റെ അടുത്ത് പറഞ്ഞൊരു സീനിൽ മമ്മൂക്ക തന്നെ അഭിനയിച്ചപ്പോൾ അത് നമുക്കൊരു അനുഗ്രഹവും പിന്നെ അതുമാതിരി ഒരു അംഗീകാരമാണ്. അത് മമ്മൂക്കടയിൽ നിന്ന് കിട്ടുന്നത് വളരെ ഇതായിട്ട് തോന്നുന്നുണ്ട്. നന്നായി, വെരി ഗുഡ്. അതേമാതിരി തന്നെ ചോട്ട മുംബൈയിലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി തന്നെ, എന്താ മോനെ കലക്കിലോ, നന്നായില്ലോ 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 നന്നായിട്ടോ. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്.